നമസ്കാരം. ഊണിൻ്റെ കൂടെ ഒരു നല്ലൊരു നാടൻ മീൻകറി ഉണ്ടെങ്കിൽ അതൊരു വേറെ ലെവലായിരിക്കും. അതുപോലത്തെ ഒരു മീൻകറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചണിലേക്ക് സ്വാഗതം. മീൻകറി തയ്യാറാക്കാനായിട്ട് 1.5 കിലോ മീൻ ഞാനിവിടെ കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ കാണുന്നൊരു വലിപ്പത്തിൽ വേണം നിങ്ങൾ മീൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. ദശ കട്ടിയുള്ള ഏത് മീനും ഈ കറിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മീൻ കറിക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു തേങ്ങ ചിരവിയത്, 50 ഗ്രാം ഉണക്കമുളക്, ഒരു 10-15 നമ്പർ ചെറുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു 3-4 നമ്പർ പുളി ഞാനിതുപോലെ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ അല്പം തേങ്ങ ചെറുതായി നുറുക്കിയതും കറിവേപ്പിലയും ചെറുള്ളി അരിഞ്ഞതും നമുക്ക് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് എടുത്ത് വെക്കണം. അപ്പോൾ അതെന്തിനാണ് നല്ലതൊക്കെ എല്ലാം പുറകെ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് എല്ലാ ഐറ്റംസും ഈ കാണുന്ന പോലെ ഒന്ന് എടുത്ത് വെക്കാം. മീൻകറിക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് തേങ്ങയും ചെറുള്ളിയും ഉണക്കമുളകും ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ബാക്കി വരുന്ന പേസ്റ്റ് ഒന്ന് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളെല്ലാം റെഡി ആയിട്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കുന്നുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കാം. അപ്പോൾ ഈ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്ന ശേഷം അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറുള്ളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറാണ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ തേങ്ങയുടെ പച്ചപ്പൊന്ന് മാറി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചപ്പോൾ കിട്ടിയ വെള്ളവും ആ പുളിയും കൂടി ചേർത്ത് ഒരു 5-10 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് യോജിപ്പിച്ച ശേഷം അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒന്നിങ്ങനെ വെച്ച ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ചെറിയ ചൂടിൽ ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ മീൻ എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഒരു 3/4 ഭാഗത്തോളം വെന്ത് പോകുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് നോക്കിയ ശേഷം, ഇപ്പോൾ പുളി കൂടുതലാണെങ്കിൽ ഇതേപോലെ പുളി കറിയിൽ നിന്ന് എടുത്ത് മാറ്റുക. കാരണം പുളി കറിയിൽ കിടക്കും തോറും പുളി രസം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുളി കൂടുതലാണെങ്കിൽ ഈ സമയത്ത് ഇതെടുത്ത് മാറ്റാവുന്നതായിരിക്കും നല്ലത്. അതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊക്കെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു കറിക്കുള്ളൊരു താളിപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം ചെറുള്ളിയും തേങ്ങ നുറുക്കിയും കൂടി ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളറാണ് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് വറുത്ത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്കൊരു അല്പം കറിവേപ്പില കൂടി ചേർത്ത് അതിൻ്റെ ഒപ്പം തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിക്കാം. അപ്പോൾ നല്ല അടിപൊളി മണമൊക്കെയാണ് നമ്മുടെ കറിക്ക് വേണ്ടത്. ഇതുപോലെ ഒന്ന് താളിപ്പൊക്കെ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതുപോലെയൊക്കെ മീൻ കറി തയ്യാറാക്കി നമ്മളെ മലയാളികളൊക്കെ വിടുമോ? വായിൽ വെള്ളം വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരേക്കും ഈസ് ബൈ ഫ്രം ടീം K4 കിച്ചൺ.